മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നുട്ടാ. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും ഒരുവിധം സുഖമായിട്ടിരിക്കണു. നമ്മുടെ നോമ്പ് അവസാനിക്കാൻ ഇനിയും 1.5 ആഴ്ചയോളം ഉണ്ട്. പച്ചക്കറി കൂട്ടി മടുത്തു എന്നറിയാം. അപ്പൊ നമ്മള് വെറൈറ്റി കറികള് അന്വേഷിച്ചുകൊണ്ടിരിക്കാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കറികൾ തന്നെ നമ്മള് വീണ്ടും വീണ്ടും വെക്കണു. അതായത് ഇന്ന് മമ്മി ചെയ്യാൻ പോണത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പൊ പച്ചടി സാധാരണ നമ്മള് സദ്യകൾക്കൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെയുള്ള സമയങ്ങളിലും നമ്മൾക്ക് ഈ കറി നല്ലതാട്ടാ. അപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു പൈനാപ്പിളിന്റെ പകുതി പൈനാപ്പിളാണ് നല്ല പോലെ തൊലൊക്കെ കളഞ്ഞ് കൊത്തി അരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. എത്രയും ചെറുതാക്കി അരിയാൻ പറ്റും അത്രയ്ക്കും ചെറുതാക്കി അരിയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടാ. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മമ്മി ഇതില് ഇടുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ ആദ്യം തന്നെ ഈ പൈനാപ്പിള് വേവിക്കാനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുക്കറിൽ അടിച്ച് വേവിച്ചെടുക്കാട്ടാ. അപ്പൊ മമ്മി ഇപ്പൊ എന്തായാലും കുക്കറിലല്ല ഇതിനകത്ത് തന്നെയാണ് വേവിക്കണത്. അപ്പൊ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള പൈനാപ്പിൾ നമ്മൾ ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂണോളം മുളക് പൊടി, പിന്നെ ഒരു അച്ച് ശർക്കരയുടെ പകുതിയാണ്. നമ്മൾ പൈനാപ്പിളിന് മധുരം ഉണ്ടെങ്കിലും നമ്മൾക്ക് ഒരല്പം മധുരം ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ. നിങ്ങൾക്കിപ്പോ ശർക്കരയല്ല പഞ്ചസാര ആയാലും കുഴപ്പമില്ല. പക്ഷെ മമ്മി എപ്പോഴും ഈ കറികൾ വെക്കുമ്പോ മാമ്പഴ പുളിശ്ശേരി ആയാലും പൈനാപ്പിൾ പച്ചടി ആയാലും ശർക്കരയാണ് ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക് കീറി എടുത്തതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചിട്ടിട്ട് നമ്മള് വേവിക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കര, പച്ചമുളക്. ഇതിന്റെ ഒപ്പം തന്നെ ഒരു 2 കതിര് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മള് ഇതില് ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരിക്കലും വേവിക്കരുത്. പൈനാപ്പിള് വെന്ത് വരുമ്പോ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. പിന്നെ ഈ ശർക്കരയും കൂടി ഉള്ളത് കൊണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. എന്നാലും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂണോളം കഷ്ടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര വേണ്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾക്ക് ഇത് ഗ്യാസ് കത്തിച്ച് വേവിക്കാൻ വെക്കാം. അപ്പൊ നമ്മുടെ പൈനാപ്പിള് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടാ. നമുക്കിത് തുറന്നു നോക്കാം. കണ്ട നല്ല രീതിയില് വെന്ത് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പൈനാപ്പിളിന് നല്ല വേവ് ഉണ്ടാവും കേട്ടാ. നിങ്ങൾ കുക്കറിൽ അടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയാവുമ്പോ വളരെ തീ കുറച്ചിട്ടിട്ട് ഇത്തിരി സമയം എടുത്തിട്ട് വേവിക്കണം. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത് വേവിക്കാൻ വെച്ചപ്പോ ഉപ്പ് ചേർത്തിരുന്നില്ല. എന്താണെങ്കിൽ പൈനാപ്പിളിൽ ഒറ്റയടിക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോ കല്ലിച്ചൂന്ന് വരും. അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട വളരെ കുറവ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നമ്മുടെ പൈനാപ്പിളിന്റെയും ശർക്കരയുടെയും ഒക്കെ വെള്ളം ഇറങ്ങി നല്ല രീതിയിൽ ഇത് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റും കൂടി നമ്മൾക്ക് ഇതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് അടച്ച് വേവിക്കാം. പൈനാപ്പിളിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വേവുണ്ട്. അപ്പൊ നന്നായി വെന്ത് കുഴഞ്ഞാലാണ് നമുക്ക് ഇത് എത്ര ഉടച്ചാലും അതങ്ങനെ ഉടഞ്ഞു പോണ രീതിയിലുള്ളതല്ല. അപ്പൊ വളരെ ചെറുതാക്കി തന്നെയാണ് മമ്മി അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് തീ കുറച്ചിട്ടിട്ട് വേവിക്കാം. ഇനി നമ്മള് അടുത്തതായിട്ട് ഈ പൈനാപ്പിൾ പച്ചടിക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1.5 പച്ചമുളക് മമ്മി പൈനാപ്പിൾ വേവിക്കാനായിട്ട് ഇട്ടിരുന്നു. ഒരു പച്ചമുളക് നമ്മൾ ഇതിന്റെ ഒപ്പം അരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമൊക്കെ വളരെ കുറച്ച് മതി. ഒരുപാട് ഇതിന്റെ കുത്തായാല് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് നമ്മള് ഇത് അരച്ചു കൊണ്ടുവരാം. അരച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ കറി ഒന്നും കൂടി ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല പോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് എന്താണെങ്കിൽ തൈര്. നല്ല മധുരവും എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു കറിയാണ്. അപ്പോ നമുക്ക് അത്യാവശ്യം തൈര് ചേർക്കണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പൊ മമ്മിയുടെ തൈര് അത്രയ്ക്ക് അങ്ങോട്ട് പുളിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇത് ഒരു പകുതിയോളം ചേർക്കുന്നുണ്ട്. അതിനുശേഷം പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പൊ ആദ്യം തന്നെ തേങ്ങയൊക്കെ ചേർക്കും മുൻപ് തന്നെ നമ്മള് ഇതിലേക്ക് തൈര് ഒഴിച്ച് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാണ്.
തൈര് ചേർത്തിട്ട് ഒരുപാട് നിങ്ങൾ തിളപ്പിച്ച് അങ്ങനെ പിരിയിച്ച് കളയരുത് കേട്ടാ. ഒന്ന് തള വരുമ്പോ നമ്മൾക്ക് ഒന്ന് തീ നല്ലപോലെ ചെറുതാക്കി ഇട്ടിട്ട് തന്നെ വേണം ഈ കറി തയ്യാറാക്കാനായിട്ട്. അപ്പോ പൈനാപ്പിള് മഞ്ഞ കളറാണ്. അപ്പൊ അതിന്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടപ്പോ നല്ല രീതിയിലൊരു നല്ല കളറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. തേങ്ങ ചേർക്കുമ്പോ നമുക്ക് ഇതിന്റെ കളറ് ശരിയാവും. ഇപ്പൊ ദാ നല്ല രീതിയില് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ തിളച്ചു വരുന്ന സമയത്ത് നമ്മള് നേരത്തെ അരച്ചു വെച്ച തേങ്ങയും പച്ചമുളകും ജീരകവും ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല നൈസായിട്ട് അരയണം കേട്ടാ. ഈ കറി എങ്ങനെയാണെങ്കിൽ ഒരുപാട് നമ്മൾക്ക് ചാറ് വേണ്ട. പക്ഷെ ഇതിപ്പോ ഭയങ്കര തിക്കായിട്ടിരിക്കണേ. അപ്പൊ മമ്മി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച്. അപ്പൊ നമുക്ക് അത് ചൂടാറി വരുമ്പോ തന്നെ നമ്മുടെ കറി നല്ല പോലെ തിക്കായിട്ട് കിട്ടും. ഇത്രേ വേണ്ടു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് നല്ല പോലെ, ഒരുപാട് തിളക്കണ്ട, ഒന്ന് സൈഡിൽ നിന്നൊക്കെ തള വന്ന് തുടങ്ങുമ്പോ തന്നെ നമ്മള് ഇത് ഓഫാക്കണം. നന്നായി തള വന്നിട്ടുണ്ട്. നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്താലും ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ചട്ടിയുടെ നല്ല ചൂടുണ്ടാവും. അപ്പൊ ഒന്നും കൂടി അത് തിളച്ച് കൊണ്ടിരിക്കും. ഇത്രേ വേണ്ടു. മമ്മി ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്യും മുമ്പ് നമ്മൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാണ്ട് കേട്ടാ. നമ്മള് സാധാരണ ചിലര് ഈ തേങ്ങ അരയ്ക്കുമ്പോ ഇതിലേക്ക് കുറച്ചും കൂടെ കടുക് ഇട്ടിട്ട് അരയ്ക്കും. പക്ഷെ കടുക് അരച്ചു കഴിഞ്ഞാല് അത് ഭയങ്കര ഒരു കയ്പ് രസം വരും. അപ്പൊ ഇത് മമ്മി ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഒരുപാട് വേണ്ട. പക്ഷെ ഈ കടുക് ചേർത്താലാണ് നമ്മുടെ പച്ചടിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റും മണമൊക്കെ വരുള്ളൂ. അപ്പൊ ഒരല്പം കടുക് ചതച്ചത് മമ്മി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കടുകിന്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. പക്ഷെ ഒരുപാട് അരച്ച് നമ്മുടെ കറിയിലേക്ക് അതിന്റെ കയ്പ് രസം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ കടുക് താളിക്കാനായിട്ട് മമ്മി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കറികളിലൊക്കെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോഴാണ് ശരിക്കും നമുക്ക് ആ നാടൻ രുചി കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഇത് നമ്മള് സദ്യകൾക്കൊക്കെ വിളമ്പണ പൈനാപ്പിൾ പച്ചടിയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഈ നോമ്പുകാലത്തും നമുക്കിതൊക്കെ ഉപയോഗിക്കാം. എണ്ണ നല്ല പോലെ ചൂടാവട്ടെ. അപ്പൊ നമുക്കിതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഈ കറിയില് നമ്മള് ഉലുവ പൊട്ടിക്കില്ല കേട്ടാ. ഉലുവ വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. അപ്പൊ എണ്ണ നല്ല പോലെ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. സമയത്ത് നമുക്കൊരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുളക് മൂത്ത് വരണം. നന്നായിട്ടായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ പച്ചടിയിലേക്ക് ഈ കടുക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഇതൊരല്പം കൂടി തണുക്കും. അപ്പൊ നമ്മൾക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഒരു തവണ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയോളൂ. നല്ല നല്ല വീഡിയോസ് ആയിട്ട് മമ്മി വീണ്ടും വരും.